സുപ്രീം കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നുണ്ടല്ലോ. സുപ്രീം കോടതി കേസ് പരിഗണിക്കും. ഞങ്ങളത് എല്ലാ വശവും ചർച്ച ചെയ്യും. രേഖാമൂലം തന്നെ ചാൻസലർ അറിയിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളൊരു കത്ത് കൊടുക്കുന്നു, സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ആ വിധിയുടെ അമ്പസത്തയിലാണ് ചാൻസലർ നിൽക്കുന്നതെങ്കിൽ ചാൻസലർ എന്ത് ചെയ്യണം? ഇങ്ങനെ വിധി വന്നിട്ടുണ്ട്, നിങ്ങളുടെ ലിസ്റ്റുണ്ട്, എന്തായാലും ചർച്ച ചെയ്യണമല്ലോ, നമുക്ക് എങ്ങനെയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമിക്കേണ്ടത്, എനിക്ക് ഈ അഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹത്തിന് ചർച്ചയിലൂടെ പറയാമല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറല്ല, ഞാൻ എൻ്റെ തന്നിഷ്ടം പോലെ ചെയ്യും എന്നൊരു ചാൻസലർ പ്രഖ്യാപിക്കുന്നത് ആക്ച്വലി ഈസ് ചലഞ്ചിങ് ദ സുപ്രീം കോർട്ട് വെർഡിക്ട്, ഈസ് ചലഞ്ചിങ് de facto is challenging the spirit of the Supreme Court verdict, and this act is done by a person who is holding a constitutional position. ഉത്തരവിൽ പറയുന്നത് സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ശിവപ്രസാദിനെയും ഇസാ തോമസിനെയും താൽക്കാലികമായി നിയമിക്കുന്നത് എന്നാണ് ആ ഉത്തരവിൽ തന്നെ. അല്ലെങ്കിൽ വിധി അദ്ദേഹം വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആളാണെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇൻ അക്കോർഡൻസ് എന്തുകൊണ്ട് ഹൈക്കോടതി റദ്ദാക്കി? ഹൈക്കോടതി റദ്ദാക്കിയത് സംസ്ഥാന നിയമത്തിനനുസരിച്ചായിരുന്നില്ല. ആ വിധി വന്ന അപ്പീലിനകത്ത് SLPക്കകത്ത് സുപ്രീം കോടതി പറഞ്ഞു പുതിയ ആളെ നിയമിക്കാം ചാൻസലർക്ക്, പക്ഷേ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ആക്ട്. അപ്പോൾ അതിനനുസരിച്ച് നിയമിക്കാൻ പാടുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർക്കാരിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ചാൻസലറുമായി ആശയവിനിമയം നടത്തുമോ, അതോ നേരിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തുക? അല്ല, ഞങ്ങളിപ്പോ ഈ യഥാർത്ഥത്തിൽ വരുന്ന ഗൗരവമായ പ്രശ്നം എന്താ, ഇത് ശരിക്കും അബെൻഷ് തന്നെ ഈ നിയമനം വാലിഡ് അല്ല. ഈ നോട്ടിഫിക്കേഷൻ സുപ്രീം കോടതി വിധിക്കെതിരായതുകൊണ്ട് അപ്പോൾ ഇവർ ഒപ്പിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് എന്ത് പറ്റും? വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ കരുതിക്കൊണ്ടല്ലേ സുപ്രീം കോടതി ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോടും ഗവൺമെൻറ്റിനോടും പറഞ്ഞിരിക്കുന്നത്. അപ്പം നിയമവിരുദ്ധമായി സുപ്രീം കോടതി വിധിക്കെതിരെ നിയമിക്കുന്ന ഒരാൾ ഒപ്പിടുന്ന സർട്ടിഫിക്കറ്റുകൾ വരുമ്പോൾ കുട്ടികളുടെ ഭാവി കുറേ കൂടി അപകടത്തിലാവില്ലേ? അപ്പോൾ കുട്ടികളുടെ ഭാവിയല്ല RSS അജണ്ടയാണ് തനിക്ക് താല്പര്യമെന്ന് ഒരാൾ തീരുമാനിക്കുന്നത് അങ്ങേയറ്റം വെല്ലുവിളിക്കലാണ്. ഞങ്ങൾ എന്തായാലും സുപ്രീം കോടതി വിധി അനുസരിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് രേഖാമൂലം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ്. ഇനി ഏതെങ്കിലും തെറ്റായ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബഹുമാനായ ചാൻസലർ ആ വിധി സ്വസ്ഥമായി വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അമ്പസത്തെ ഉൾക്കൊണ്ട് തയ്യാറാകണം. അടിയന്തരമായി ഈ നോട്ടിഫിക്കേഷൻ റദ്ദാക്കി സുപ്രീം കോടതിയെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കാനായിട്ട് ചാൻസലർ തയ്യാറാകണം. അങ്ങ് പറഞ്ഞല്ലോ ഈ ഒരു സർവകലാശാലയിൽ ചാൻസലർ ഗവർണറല്ലാത്ത സുഗമമായി നടന്നു. അപ്പോൾ അതിനർത്ഥം മറ്റ് സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനത്തിന് ചാൻസലറായ ഗവർണർ തടസ്സം നിൽക്കുന്നു എന്നാണ്. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുകയാണ് നിങ്ങൾ സ്ഥിരം വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം. ആരൊക്കെ ചർച്ച ചെയ്യണം? ചാൻസലർ ചർച്ച ചെയ്യണം, ഗവൺമെൻറ് ചർച്ച ചെയ്യണം. ഞങ്ങളത് അപ്പോൾ അംഗീകരിച്ചു. നേരത്തെ തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിരുന്നു. ഇപ്പോൾ രേഖാമൂലം തന്നെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് മുഖ്യമന്ത്രി തന്നെ ചാൻസലർ ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട്. ചാൻസലർ MLAയിൽ ഈ വിധിക്കനുസരിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് ഇന്ന ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ ആ കത്ത് കൊടുത്തു കഴിഞ്ഞു. രണ്ട് നിയമത്തിൽ തന്നെ പറയുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ലിസ്റ്റിൽ നിന്ന് വേണം വയ്ക്കാൻ. എന്നാൽ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ UGC പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. അപ്പോൾ അതിൽ UGC പറയുന്ന ക്വാളിഫിക്കേഷൻ ഇന്ന ആളുകൾക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇവർ ഞാൻ വച്ച ആളുകളാണല്ലോ, ഇവർ തൽക്കാലം തുടർന്നുകൂടെ എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം പറയാമല്ലോ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സുപ്രീം കോടതി വിധിച്ചാലും താൻ തൻ്റെ ഇഷ്ടം പോലെ പോകുകയുള്ളൂ എന്നൊരു ചാൻസലർ പറയുന്നത് അദ്ദേഹം ഭരണഘടനാ പദവി കൂടി വഹിക്കുന്നുണ്ട്, നിയമപരമായി പദവി മാത്രമല്ല. അതാണ്. അപ്പോൾ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയെടുത്ത് നന്നായി നിയമനം നടന്നല്ലോ, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എത്രയോ സൊല്യൂഷനുകൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ബംഗാളിനെ സംബന്ധിച്ച്. അതുൾപ്പെടെയുള്ള നിരവധി മാനദണ്ഡങ്ങൾ പാരാമീറ്റേഴ്സ് ഞങ്ങൾ ചാൻസലർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിട്ട് സമീപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് സുപ്രീം കോടതിയെ ഒരാൾ വെല്ലുവിളിക്കുന്നു, അത് രാജ്യത്തെ നിയമവ്യവസ്ഥ നിൽക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തും.